ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ നടന്ന ഒരു ചെറിയൊരു മൊമെൻറ്റ്സിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസുകൾ ഉണ്ടാവാറുണ്ടല്ലേ. സോ നമ്മൾ അപ്സ് വരുമ്പം നമ്മളെപ്പോഴും ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും, ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അതേസമയം ഡൗൺ സ്റ്റേജിലോട്ട് പോകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവാറുണ്ടല്ലേ. നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പിൽ നിൽക്കുന്നതിനേക്കാളും നമ്മൾ ഡൗൺ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക. ആ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരും, ഒരുപാട് ചലഞ്ചസ് വരും, നമ്മൾ പല കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടിയൊക്കെ വരും. സോ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഞാൻ എടുത്ത ഒരു തീരുമാനമുണ്ടായിരുന്നു. സോ അന്ന് ഞാൻ ആരോടും തീരുമാനത്തിന് ഇത് കൊള്ളാമായിരിക്കുമോ എന്നുള്ളൊരു ഒപ്പീനിയൻ പോലും ആരോടും ചോദിച്ചില്ല. ഞാൻ അവിടെ ചെയ്തത്, ഞാൻ കോൺഫിഡൻറ്റോടുകൂടി എല്ലാത്തിനെയും ഒന്ന് മാറ്റണം, ഇങ്ങനെ പോയാൽ പറ്റില്ല, ജീവിതം ഇതല്ല എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു സമയത്തെടുത്ത ബോൾഡായിട്ടുള്ള ഡിസിഷൻ. ആ ഡിസിഷനാണ് ഇന്ന് എന്നെ പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഉയരാൻ സാധിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില അസഹനീയമായ നിമിഷങ്ങൾ അതോർത്ത് നമ്മൾ കരയുകയാണ് ചെയ്യുന്നത്. അത് ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം വരാറുണ്ട് അല്ലേ. എനിക്കും അതുപോലെ ഒരുപാട് മോശമായ അവസ്ഥകളുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ ഞാൻ ചിന്തിച്ചത്, ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു തോന്നലായി. അതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച ഏറ്റവും വലിയൊരു മാർഗമായിരുന്നു ജീവിതം രക്ഷപ്പെടുക. അതിനെന്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് എൻ്റെ മെൻറ്ററിനെ കിട്ടി. വളരെ സന്തോഷത്തോടു കൂടി ഞാൻ മെൻറ്റർഷിപ്പും കാര്യങ്ങളും എടുത്തു. സോ ഇന്നും ഞാൻ സാറിൻ്റെ ഗൈഡൻസിൽ തന്നെയാണ് പോകുന്നത്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിനെ എത്രത്തോളം മനോഹരമാക്കാം എന്നുള്ള ആ ഒരു പാഠങ്ങൾ നമ്മൾ പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ ഏതൊരു സിറ്റുവേഷൻ വന്നാലും, ഏതൊരു വ്യക്തി നമ്മളെ അറ്റാക്ക് ചെയ്താൽ വന്നാലും നമുക്ക് അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഉയരാനായിട്ട് സാധിക്കും. അവരോട് നമ്മൾ എതിർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുപാട് ശക്തികൾ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്കിൽസ്, ഒരുപാട് പവർ നമ്മുടെ കയ്യിലുണ്ട്. ആ പവറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തന്നെ ഏതൊരു പ്രോബ്ലത്തിനെയും സോൾവ് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾക്കും ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുക. ഈ ഒരു ടോപ്പിക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.